2019 വരെ തന്നെ തൃശ്ശൂർ മണ്ഡലം ലോക്സഭാ മണ്ഡലം LDFും UDFും തമ്മിൽ മാത്രം മത്സരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 2019 BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപി വരുന്നതോടുകൂടിയാണ് ഇതൊരു ത്രികോണ മത്സര വേദിയായി മാറുന്നത്. ശരിക്കും BJP എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയോട് വളരെയധികം നന്ദി പറയേണ്ടതുണ്ട്. കാരണം ഒരിക്കൽ പോലും ജയം സ്വപ്നം കാണാത്ത BJP അനുഭാവികളും BJP പ്രവർത്തകരൊക്കെ തന്നെ ഇപ്പോൾ ഒരു വിജയം ഉണ്ടാകുമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം ഒരേ ഒരു കാരണം സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി പിടിക്കുന്ന വളരെ ജനകീയമായി സുരേഷ് ഗോപിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ, അദ്ദേഹത്തിൻ്റെ താരപരിവേഷമുണ്ട്, അദ്ദേഹത്തിൻ്റെ ജനകീയതയുണ്ട്, അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്, തൃശ്ശൂരിൽ തന്നെ കേന്ദ്രീകരിച്ച് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞവണ് അദ്ദേഹം പിടിച്ച വോട്ട് നമുക്കറിയാം. അപ്പോൾ ആ രീതിയിൽ വന്നാൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് അത്രമേൽ അടിത്തറയൊന്നുമില്ല, സംഘടനാ ബലമൊന്നുമില്ല. പക്ഷേ സുരേഷ് ഗോപി എന്ന വ്യക്തി അതിനോട് ആകൃഷ്ടമായി വരുന്ന, പിന്നെ ജയിക്കുമെന്നൊരു തോന്നലുണ്ടാകുമ്പോൾ കുറേ പേര് ഒന്നിച്ച് കൂടുമല്ലോ. അങ്ങനെ ഒരു വലിയ വിഭാഗം സുരേഷ് ഗോപിക്കൊപ്പമുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നടത്തിയ പദയാത്ര ഉണ്ടാക്കിയ ഓളം നരേന്ദ്രമോദി ശരിക്കും പറഞ്ഞാൽ ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആദ്യത്തെ ഫസ്റ്റ് സ്റ്റാർട്ട് തുടങ്ങുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തുടക്കം തൃശ്ശൂരിൽ നിന്നാണ്. അങ്ങനെ തൃശ്ശൂർ മണ്ഡലത്തിൽ BJP അവരുടെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കുകയാണ്. എനിക്കൊന്ന് ആലത്തൂരിലെ ആൾക്കാർ കൂടി തൃശ്ശൂരിൽ വന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ആലത്തൂരിൽ കുറേ പേരുടെ വോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആരോപണം നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആലത്തൂരിലുള്ള തൊട്ടടുത്ത മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ തൃശ്ശൂരിലേക്ക് കേന്ദ്രീകരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയ രീതിയിലൊരു ജനസഞ്ചയം തന്നെ സുരേഷ് ഗോപിക്ക് പുറകിൽ ഇങ്ങനെ വരും. ഇതൊക്കെ വോട്ടായി മാറുമെന്നുള്ളത് നമുക്ക് 4-ാം തീയതി അറിയാൻ പറ്റും. അപ്പോൾ സുരേഷ് ഗോപിയുടെ വരവാണ്. പിന്നെ മുരളീധരൻ്റെ വരവാണ് രണ്ടാമത്തത്. TN പ്രതാപൻ ഇവരുടെ കൂട്ടത്തിൽ അത്ര പോരാ, തലപ്പൊക്കം പോരാ എന്ന് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കൊമ്പന്മാരുടെ നാടാണല്ലോ ഈ തൃശ്ശൂർ പൂരമൊക്കെ. അപ്പോൾ ഈ അത്ര തലപ്പൊക്കം പോരാൻ തോന്നിയിട്ടാണ് മുരളീധരനെ കൊണ്ടുവരുന്നത്. അദ്ദേഹം വടകരയിൽ നിന്ന് തൃശ്ശൂരേക്ക് വരികയാണ് ചെയ്യുന്നത്. വടകരയിൽ അത്ര പന്തിയല്ല. കാരണം ശൈലജ ടീച്ചർ ഓപ്പോസിറ്റ് വരുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ചിലപ്പോൾ എന്താ സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല, ജയം ഉറപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ശൈലജയോട് തോറ്റു കഴിഞ്ഞാൽ നാണക്കേടുണ്ട്. ഓൾറെഡി മുരളീധരൻ കുറച്ചുകൂടി സേഫായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തൃശ്ശൂരേക്ക് വരുന്ന സമയത്ത് അഥവാ തോറ്റാൽ തന്നെ ഒരു താരപരിവേഷം, ഒരു വീരപരിവേഷം തൃശ്ശൂരുണ്ട്. വട്ടിയൂർക്കാവ് തോറ്റിട്ടും മുരളീധരൻ തോറ്റതിനെ കുറിച്ച് ആരും പരിഹസിച്ചിട്ടൊന്നുമില്ല. കാരണം അദ്ദേഹം അവിടെ സ്വയം ഒരു വലിയ മത്സരം കാഴ്ചവെക്കാൻ വരികയും കോൺഗ്രസിൻ്റെ വോട്ട് പിടിച്ചു നിർത്തുകയൊക്കെ ചെയ്തു എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. തൃശ്ശൂരേക്ക് വരുന്ന സമയത്ത് ഓൾറെഡി സിറ്റിംഗ് സീറ്റാണ്. TN പ്രതാപനെ വേണ്ടി വെയിറ്റ് ചെയ്ത് അയാൾ 3 ലക്ഷത്തോളം പോസ്റ്ററൊക്കെ അടിച്ച് വെയിറ്റ് ചെയ്ത സമയത്താണ് മുരളീധരൻ അപ്രതീക്ഷിതമായി തൃശ്ശൂരേക്ക് വരുന്നതും അവിടെ സ്ഥാനാർത്ഥിയാവുകയും പ്രചരണത്തിൽ TN പ്രതാപൻ തന്നെ അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ മണ്ഡലത്തിലെ മൂന്നാമത്തെ ഘടകം, അതായത് ഇതിലെ ഏറ്റവും സർപ്രൈസിംഗ് ആയ ഘടകം എന്ന് പറയുന്നത് മുരളീധരൻ വന്നതാണ് സ്ഥാനാർത്ഥി. നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാവുന്ന 2 പേര് തന്നെയായിരുന്നു CPMൻ്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ. അവർ തന്നെയായിരിക്കും നമുക്ക് ഏകദേശം ഉറപ്പുണ്ടായിരുന്നു. സുനിൽകുമാറിന് ആ മണ്ഡലത്തിലെ ഏറ്റവും ഈ 3 ആൾക്കാരെയും കൂടി നോക്കിയാൽ തൃശ്ശൂരിൻ്റെ ഒരു ആൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു പേര് സുനിൽകുമാറാണ്. തൃശ്ശൂർ എന്ന ബ്രാൻഡിനെ എപ്പോഴും ഉയർത്തി കാണിക്കുന്നത്, അല്ലെങ്കിൽ തൃശ്ശൂരിനോടൊപ്പം എഴുതാവുന്ന ഒരു പേരാണ് സുനിൽകുമാറിൻ്റെ പേര്. അപ്പോൾ സുനിൽകുമാറിനെ എങ്ങനെ തൃശ്ശൂരുകാർ കൈവിടുമെന്ന് പറയാനും പറ്റില്ല. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ BJP ജയിക്കരുതെന്ന് ഉറപ്പിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ സുനിൽകുമാറിന് എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ തീരദേശ മേഖലയിലുള്ള വോട്ടുകളൊക്കെ തന്നെ ഇപ്പം ധീവര സമുദായമായി അംഗമായ TN പ്രതാപനെ മാറ്റി മുരളീധരനെ കൊണ്ടുവന്നതൊക്കെ തന്നെ ആ മേഖലയിൽ വലിയ രീതിയിൽ വോട്ട് ചോർച്ച കോൺഗ്രസ് ഉണ്ടാക്കുമെന്നാണ് കരുതേണ്ടത്. ഇങ്ങനെ പല സാമുദായികമായ വിഷയം അതിലുണ്ട്. ഇതിനപ്പുറത്തേക്കൊരു സെക്യുലർ വോട്ടുള്ള മണ്ഡലമാണ് തൃശ്ശൂർ എല്ലാവരെയും ജയിപ്പിച്ച മണ്ഡലമാണ്. അതുകൊണ്ട് തൃശ്ശൂരിന് നമ്മളൊരു ജാതിയും മതവും പറഞ്ഞ് വെറുതെ സമയം കളയേണ്ടതില്ല. തൃശ്ശൂരിനൊരു സെക്യുലർ മൈൻഡ് ഉണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും മനസ്സിൽ തൃശ്ശൂരുകാർ കരുതി വെച്ചത് ആരെയാണെന്ന് നമുക്ക് 4-ാം തീയതി അറിയാൻ പറ്റും. അപ്പോൾ പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞപ്പം രാജൻ ഒല്ലൂരാണ് ഇവിടെയുള്ളത്. അത് LDF ലീഡ് ചെയ്യുന്നതാണ്. പുതുക്കാട് LDF ലീഡ് ചെയ്യേണ്ടതാണ്. പക്ഷേ BJPക്ക് അവിടെ വോട്ട് അത്യാവശ്യമുണ്ട്. ഇരിഞ്ഞാലക്കുട CPM ലീഡ് ചെയ്യേണ്ടതാണ്. തൃശ്ശൂർ മണ്ഡലം മാത്രമാണ് തൃശ്ശൂരിൽ ചിലപ്പോൾ ബാക്കിൽ പോകാൻ സാധ്യത. പക്ഷേ ഇതേ സുരേഷ് ഗോപി മത്സരിക്കുകയും ഇതേ മുരളീധരൻ്റെ പത്മജ വേണുഗോപാൽ മത്സരിക്കുകയൊക്കെ ചെയ്ത സമയത്തൊക്കെ തന്നെ P. ബാലേന്ദ്രൻ ഒരു സുനിൽകുമാറോളം ഇമേജ് ഉണ്ട് നമുക്ക് തോന്നാതിരുന്ന, അത് ഭയങ്കര നേതാവല്ലാത്തൊരു P. ബാലചന്ദ്രൻ അവിടെ നിന്ന് ജയിച്ചതാണ് തൃശ്ശൂരിൽ. അതുകൊണ്ട് സുനിൽകുമാർ തൃശ്ശൂരിലേക്ക് വരുമ്പം തൃശ്ശൂരും ചിലപ്പോൾ LDF ലീഡ് ചെയ്തേക്കാം, പറയാൻ പറ്റില്ല. അത് ഒരു ആപേക്ഷികമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇതെങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. മുരളീധരൻ പ്രിയേക്കാൾ വോട്ട് പിടിച്ചേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിയമസഭാ മണ്ഡലത്തിൻ്റെ അതേ കോണ്ടക്സ്റ്റിൽ വരുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ
സുനിൽകുമാർ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം നഷ്ടപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂരായിരിക്കും. ഗുരുവായൂർ LDF ലീഡ് ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. മണലൂർ പണ്ട് സുനിൽകുമാർ MLA ആയിരുന്ന ആളാണ്. മണലൂർ നിന്നാണ് തൃശ്ശൂർ വന്ന് തൃശ്ശൂർ പിടിച്ചെടുക്കുന്നത്. ഈ തൃശ്ശൂരിൻ്റെയും MLA ആയിരുന്നു സുനിൽകുമാർ. അങ്ങനെ വരുമ്പോൾ സുനിൽകുമാർ ഈ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ ഈ നിയമസഭാ മണ്ഡലങ്ങളെ 2 നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച ആൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക സുനിൽകുമാറിന് ഈ എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 പേരിൽ ആര് ജയിക്കുമെന്ന് നമ്മൾ ചോദിച്ചാൽ എനിക്ക് വ്യക്തിപരമായി പറയാനുള്ള ഒരു അഭിപ്രായം, അത് പറയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് പല ഫാക്ടറുകൾ കൊണ്ട് ഈ മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യത VS സുനിൽകുമാറാണ്. BJP ഇവിടെ 2ാം സ്ഥാനത്ത് വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. K മുരളീധരനായിരിക്കും 2ാം സ്ഥാനത്ത്. BJP ഇവിടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. സുരേഷ് ഗോപിയുടെ വോട്ട് ആദ്യ തവണ കിട്ടിയ വോട്ട്, ഇപ്പോൾ സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകൾ സുരേഷ് ഗോപിയുടെ പെട്ടിയിലേക്ക് വീഴും എന്നൊരു വിശ്വാസമുണ്ട്. പക്ഷേ അവിടെ സുനിൽകുമാർ ഒരു എലമെൻ്റാണ്, അവിടെ മുരളീധരൻ ഒരു എലമെൻ്റാണ്. ഇവരൊക്കെ തന്നെ ഈ വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്നവരാണ്. സ്ത്രീ വോട്ടർമാർ മുഴുവൻ ഈ താരപരിവേഷത്തിലോ ചാരിറ്റിയിലോ വിടുമോ നമുക്ക് വ്യക്തമായ രാഷ്ട്രീയമുള്ളവർ അതിലുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കഴിഞ്ഞ തവണ CPIയുടെ സ്ഥാനാർത്ഥിയേക്കാൾ എത്രയോ മികച്ച സ്ഥാനാർത്ഥിയാണ് ഇത്തവണത്തെ CPI സ്ഥാനാർത്ഥി. കോൺഗ്രസ് തന്നെ പറയുന്നത് കോൺഗ്രസിൻ്റെ പണ്ടുണ്ടായ സ്ഥാനാർത്ഥിയേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയാണെന്നാണ് K മുരളീധരനെ കുറിച്ച് പറയുന്നത്. K മുരളീധരൻ ഒരു കേരള ബ്രാൻഡാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് വില കുറിച്ച് കാണാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ VS സുനിൽകുമാറും K മുരളീധരനും സുരേഷ് ഗോപിയും ഒരുപോലെ മത്സരിക്കുമ്പോൾ അവിടെ ഒരു എഡ്ജ് കൂടുതൽ VS സുനിൽകുമാറിനുണ്ട്. K മുരളീധരൻ തൊട്ട് പുറകിലുണ്ടാവും. 3ാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി പിന്തള്ളപ്പെടും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. സുരേഷ് ഗോപി ജയിച്ചാൽ നമുക്ക് സന്തോഷമാണ്, സുനിൽകുമാർ ജയിച്ചാൽ നമുക്ക് സന്തോഷമാണ്, K മുരളീധരൻ ജയിച്ചാലും നമുക്ക് സന്തോഷമാണ്. 3 നല്ല നേതാക്കന്മാരാണ്. അപ്പോൾ ഇതിൽ ആര് ജയിച്ചാലും അതിൻ്റെ ഗുണമുണ്ടാകും. BJP ആണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി ജയിക്കുമ്പോൾ അതിൻ്റെ ഗുണം തൃശ്ശൂരിന് കിട്ടിയേക്കാം. ഇനി കോൺഗ്രസ് ആണ് വരുന്നതെങ്കിൽ K മുരളീധരൻ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത്, താക്കോൽ സ്ഥാനത്തുണ്ടാവും എന്ന് വേണം വിചാരിക്കാം നമുക്ക്. ഇനി അല്ല, നേരെ തിരിച്ച് ഇതൊന്നുമല്ല, LDF ഇന്ത്യ മുന്നണി വന്നാൽ LDFൽ സുനിൽകുമാർ അവിടെ CPIയുടെ സ്ട്രോങ് കാൻഡിഡേറ്റാണ്. അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം, ഇപ്പോൾ CPMൻ്റെ ഒക്കെ പ്രത്യേകത ഭരണം കിട്ടിയാൽ ചിലപ്പോൾ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കില്ല. അവർ പൊതുവെ പുറത്തു നിന്നാണ് കളി കാണാൻ സാധ്യത. പുറത്തുനിന്നുള്ള പിന്തുണ കൊടുക്കും, എന്തെങ്കിലും കോമൺ മിനിമം പ്രോഗ്രാം വെച്ചിട്ടൊക്കെയാണ് 2004 വെച്ച് ചെയ്യുക. അല്ലാതെ അവർ മത്സരിക്കാനോ അവരൊരിക്കലും മന്ത്രിയാവാനൊന്നും നിൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ സുനിൽകുമാർ ഒരു നല്ല പ്രതിപക്ഷത്തിൽ നല്ല സംസാരിക്കുന്ന, നല്ല കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു MP ആയിട്ട് തൃശ്ശൂരിൻ്റെ ശബ്ദമായിട്ട് അവിടെ ഉണ്ടാവും എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഈ 3 ആൾക്കാരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. 3 പേര് പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഇതിലാര് വേണമെങ്കിൽ ജയിക്കട്ടെ, ആര് വേണമെങ്കിൽ. അത് തോൽക്കുന്നത് തോൽവിയല്ല, ശരിക്കും ഈ തോൽക്കുന്ന 2 പേരും തോൽക്കുന്നത് മറ്റൊരാളുടെ മേന്മ കൊണ്ടാണ്. പിന്നെ വലിയ വോട്ട് വ്യത്യാസം ഇവർ തമ്മിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ആരെങ്കിലും തോറ്റാൽ തന്നെ സങ്കടപ്പെടേണ്ടതൊന്നുമില്ല. കാരണം അവർ നല്ല മത്സരം കാഴ്ചവെച്ചിട്ട് തന്നെയായിരിക്കും തോറ്റിട്ടുണ്ടാവുക. അതുകൊണ്ട് ഈ 3 മുന്നണി സ്ഥാനാർത്ഥികളെ കുറിച്ച് നമുക്ക് ആർക്കെങ്കിലും മറ്റൊരു എഡ്ജുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല.